വളരെ സന്തോഷകരമായി ജീവിക്കുന്ന കുടുംബത്തിൽ ചിലർ ചെയ്യുന്ന തെറ്റ് കാരണം ആ മുഴുവൻ കുടുംബവും തകരും, അതും ഒറ്റ ദിവസത്തിൽ. ഇങ്ങനൊരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2005 ഡിസംബർ മാസം 16 ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. ആ കോളിൽ പറഞ്ഞത് സിറ്റിക്ക് പുറത്ത് ആരെന്ന് പോലും അറിയാത്ത ഒരാളുടെ ഡെഡ് ബോഡി കിടക്കുന്നതായി പറഞ്ഞു. അടുത്ത ചില മിനിറ്റിൽ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെയുള്ളത് ഒരു പെൺകുട്ടിയുടെ ശരീരമാണെന്ന് മനസ്സിലായി. തുടക്കത്തിൽ ആ ഒരു ശരീരം ആരുടേതാണെന്ന് പോലീസിനെ കൊണ്ടുപോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ആ ശരീരം പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് പെൺകുട്ടിക്ക് 25-നും 28 വയസ്സിനും ഇടയിൽ പ്രായം കാണും. ആ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. അതിലൂടെ പോലീസ് പറഞ്ഞത് മരിക്കുന്നതിന് മുൻപ് ഈ പെൺകുട്ടി ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആ പെൺകുട്ടിയോട് ആരോ മോശമായി പെരുമാറിയിട്ടുണ്ട്, അവളുടെ കഴുത്തറുത്ത് കൊന്നുവെന്നും പറഞ്ഞു. ആരാണ് ആ പെൺകുട്ടി? അവൾക്ക് എന്ത് സംഭവിച്ചു? ഇത് ചെയ്തവനെ പോലീസ് എങ്ങനെ കണ്ടുപിടിച്ചു? അവൻ എന്ത് ശിക്ഷയാണ് നൽകിയത്? ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. പ്രതിഭ എന്ന പെൺകുട്ടി ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണ്. അവൾ ജനിച്ച 15 ദിവസത്തിൽ അവളുടെ അച്ഛൻ ഗ്യാസ് പൊട്ടി മരിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് വളരെ കഷ്ടപ്പെട്ട് മകളെ വളർത്തി. പ്രതിഭയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരരുത് എന്ന ആഗ്രഹത്തിൽ വളരെ നന്നായി തന്നെ അവളെ പഠിപ്പിച്ചു. പ്രതിഭയും നന്നായി പഠിക്കുന്നു. അങ്ങനെ പഠിത്തം അവസാനിപ്പിച്ചിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു. അവൾ ജോലിക്ക് പോകുന്ന അതേ കമ്പനിയിൽ പവൻ ഷെട്ടി എന്ന ഒരാളും ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പ്രണയിക്കാനും തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ദിവസം പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതിഭയ്ക്കൊരു തോന്നലുണ്ടായി, ഇനി എത്ര ദിവസമാണ് ആരും അറിയാതെ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നത്? ഇതിനെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രതിഭ ചെയ്തത് ഇക്കാര്യം അവളുടെ അമ്മയോട് പറയാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം അവളുടെ അമ്മയോട്, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ പവൻ ഷെട്ടി എന്നൊരാളുണ്ട്, അവൻ വളരെ നല്ലയാളാണ്, എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്കവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളതിനെ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിന് അവളുടെ അമ്മ സമ്മതിച്ചില്ല. ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതിൽ ഒരുപാട് ദേഷ്യം വന്നു എന്ന് പറയാം. പക്ഷെ ഒരു ഘട്ടത്തിൽ പ്രതിഭ അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവളുടെ സമ്മതവും വാങ്ങി. അവളുടെ അമ്മയും ശരി, മകൾ ആഗ്രഹിച്ചതല്ലേ, അവൾ ആഗ്രഹിച്ചതുപോലെ അവളുടെ ജീവിതം പോകട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ പവൻ ഷെട്ടിയും അവൻ്റെ വീട്ടിൽ ചെന്നിട്ട്, ഞാനൊരു പെണ്ണിനെ പ്രണയിക്കുകയാണ്, അവളുമായി എനിക്ക് വിവാഹം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു. അവൻ്റെ വീട്ടിലുള്ളവരും ഇതിന് സമ്മതം അറിയിച്ചു. ഇപ്പോൾ രണ്ട് വീട്ടുകാരും ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞതുകൊണ്ട് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയും ഈ ഒരു വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം പ്രതിഭ ജോലിക്ക് പോയില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ അവൾ ജോലിക്ക് പോകാതെ വീട്ടിലായിരിക്കുന്നത് തന്നെ അവൾക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷം ഉണ്ടാക്കി. അവൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായതുകൊണ്ട് ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇക്കാര്യം ഭർത്താവിനോടും പറയുന്നു. ഭർത്താവും ശരി എന്ന് പറയുന്നു. 2005 ബാംഗ്ലൂർ. പ്രതിഭയ്ക്കിപ്പോൾ 25 വയസ്സ്. ബാംഗ്ലൂരിൽ ഒരുപാട് കമ്പനികൾ റെസ്യൂം അയക്കുന്നു. ബാംഗ്ലൂരിനെ ചുറ്റി ഒരുപാട് BPO IT കമ്പനീസ് ഉണ്ട്. അങ്ങനെ എല്ലാ കമ്പനികളിലും അവളുടെ റെസ്യൂം അയക്കുന്നു. ഇങ്ങനെ ശ്രമിച്ചതിൽ ഒരു BPO കമ്പനിയിൽ ജോലിയും കിട്ടി. ഈ ഒരു കാര്യം ഭവനോട് പറയുന്നു. അവനും ഒരുപാട് സന്തോഷമായി. നന്നായി നീ ജോലിക്ക് പോയി വാ എന്ന് പറഞ്ഞു. ഭവനും പ്രതിഭയും ഒരുമിച്ച് ഓഫീസിലേക്ക് പോയി വന്നുകൊണ്ടിരുന്നു. എന്നാൽ പ്രതിഭയുടെ BPO ഓഫീസിൽ ഒരുപാട് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രതിഭ എല്ലാ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് പോയി വരേണ്ട ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് പോകുമ്പോൾ ഭർത്താവിനോടും അമ്മയോടും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാ ദിവസവും അവളെ വിളിച്ചു കൊണ്ടുപോകാൻ കമ്പനി തന്നെ ക്യാബ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ദിവസവും പ്രതിഭയുടെ വീടിൻ്റെ മുൻപിൽ തന്നെ കമ്പനി ക്യാബ് വന്ന് നിൽക്കും. ഡിസംബർ മാസം 13-ാം തീയതി എപ്പോഴത്തെയും പോലെ പ്രതിഭ ജോലിക്ക് പോകുന്നു. ക്യാബും വരുന്നു. ക്യാബിൽ കയറി പോകുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവർ വീട്ടിൽ തിരികെ വന്നില്ല. ഒരുപാട് സമയമായിട്ടും വീട്ടിൽ വന്നില്ല. ഇപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു ഭയം വന്നു. പ്രതിഭയ്ക്ക് എന്ത് പറ്റി? എപ്പോഴും അവൾ രാവിലെ ആകുമ്പോൾ വീട്ടിലെത്തുമല്ലോ, ഇതുവരെ ആയിട്ടും അവൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് വീണ്ടും വീണ്ടും അവളെ ഫോൺ വിളിച്ചു നോക്കി. പക്ഷെ പ്രതിഭ ഏതൊരു കോളും അറ്റൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഭയന്നുപോയ അമ്മ പെട്ടെന്ന് പ്രതിഭയുടെ ഭർത്താവിന് ഫോൺ ചെയ്തിട്ട്, പ്രതിഭ ഇതുവരെയും വീട്ടിൽ വന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. നീ ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. ഇതിനുശേഷം ഭവനും പ്രതിഭയുടെ ഓഫീസിൽ നേരിട്ട് ഫോൺ ചെയ്തിട്ട്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തു, അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല, ഇപ്പോഴും ജോലി അവസാനിച്ചില്ലേ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, നിങ്ങൾ ഫോണൊന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഇതിന് ഓഫീസിലുള്ളവരും, സർ എന്താണ് പറയുന്നത്,
പ്രതിഭ ഇന്നലെ രാത്രി ജോലിക്ക് വന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഭർത്താവിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത്. അവൾ ഓഫീസിലാണ് വന്നത്, നിങ്ങളൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. പക്ഷെ ഓഫീസിലുള്ളവർ അവൾ ജോലിക്ക് വന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അല്പസമയം പോലും ആലോചിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പ്രതിഭയെ കാണാനില്ല എന്ന ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇതിനുശേഷം പോലീസ് പ്രതിഭയുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങൾ, ഓഫീസ്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ എവിടെയും അവളെ കണ്ടെത്താനായില്ല. ഇങ്ങനെ 3 ദിവസം തുടർന്ന് പ്രതിഭയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ളപ്പോഴാണ് 3 ദിവസം കഴിഞ്ഞ് ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. സിറ്റിക്ക് പുറത്തായി ഒരു ഡെഡ് ബോഡി കിടക്കുന്നുവെന്ന് ആ കോളിൽ പറഞ്ഞു. പോലീസും ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഈ സമയം പോലീസിനെ കൊണ്ട് ആ പെൺകുട്ടി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ പോലീസ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള കംപ്ലൈന്റ് വന്നോ എന്ന് പരിശോധിക്കുന്നു. ആ ഒരു സമയമാണ് 3 ദിവസങ്ങൾക്ക് മുൻപ് നൈറ്റ് ഷിഫ്റ്റ് പോയ പ്രതിഭ എന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന ഒരു കാര്യം ഇവർക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ പ്രതിഭയുടെ അമ്മയെയും ഹസ്ബൻഡിനെയും ആശുപത്രിയിലേക്ക് വിളിച്ചു. ആശുപത്രിയിൽ വെച്ച് ആ പെൺകുട്ടിയുടെ ശരീരം ഇവർ രണ്ടുപേരും കാണുന്നു. കണ്ട അടുത്ത സെക്കൻഡ് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അത് പ്രതിഭയാണെന്നും പറഞ്ഞു. അന്ന് രാത്രി ജോലിക്ക് പോയ പ്രതിഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ ഒരു സംഭവം ബാംഗ്ലൂർ മുഴുവനും പടരാൻ തുടങ്ങി. ഇതിനുശേഷം നൈറ്റ് ഷിഫ്റ്റ് പോകാൻ തന്നെ ഒരുപാട് പേർ ഭയന്നു. ആ നാട് മുഴുവനും ഈ ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയത്. പോലീസുകാർക്കും ഇത് വലിയ പ്രഷറിന് കാരണമായി. ഈ പെൺകുട്ടിയുടെ കേസ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണമെന്ന് പോലീസിന് ഉത്തരവിട്ടു. പോലീസും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാനായി ആ ശരീരം കണ്ടുപിടിച്ച സ്ഥലത്തിനടുത്ത് ചെന്ന് എല്ലാ സ്ഥലവും തിരയുന്നു. എന്നാൽ യാതൊരു എവിഡൻസും ലഭിച്ചില്ല. ഇതിനുശേഷം പോലീസ് പ്രതിഭയുടെ ഫ്രണ്ട്സ്, ഫാമിലി, ചുറ്റുമുള്ള അയൽവാസികൾ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ അവർക്ക് വലിയ രീതിയിലുള്ള യാതൊരു തെളിവും കിട്ടിയില്ല. ഈ സമയമാണ് പോലീസുകാർ അവസാനം പ്രതിഭ ആരോട് സംസാരിച്ചു എന്നുള്ളത് അന്വേഷിക്കുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവസാനമായി ജഗദീഷ് എന്നയാളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അയാൾ ആരാണെന്ന് നോക്കിയപ്പോൾ ഇയാളും ആ ഓഫീസിൽ ക്യാബ് ഡ്രൈവറായി ജോലി നോക്കുകയാണ്. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ അയാളുടെ ക്യാബിലാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. പ്രതിഭയുടെ ക്യാബ് ഡ്രൈവറും ഇയാളായിരുന്നു. ഇപ്പോൾ പോലീസ് ജഗദീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഡിസംബർ 13-ാം തീയതി നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അതിനവനും അന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനന്ന് ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞു വന്നാൽ അന്ന് ഞാൻ ക്യാബ് ഓടിച്ചേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് പകരം അന്ന് ജോലിക്ക് ആര് പോയി എന്ന് ചോദിച്ചപ്പോൾ ശിവകുമാർ എന്നയാളാണ് ക്യാബ് ഡ്രൈവറായി പോയതെന്നും പറഞ്ഞു. പ്രതിഭയെക്കുറിച്ച് നിനക്ക് മറ്റെന്തെങ്കിലും അറിയാമോ? എപ്പോഴും നിന്റെ ക്യാബിൽ എത്ര പേരെയാണ് കൂട്ടിക്കൊണ്ടു പോവുക എന്ന് ചോദിച്ചു. ഇതിന് ജഗദീഷും സാധാരണ ആ ഷിഫ്റ്റിൽ ഞാൻ 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ഞാൻ ലീവ് എടുത്ത് അന്നത്തെ ദിവസം പ്രതിഭ മാത്രമേ ക്യാബിൽ വന്നുവെന്ന് ശിവകുമാർ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നാൽ ശിവകുമാറിന് അവളുടെ വീട് അഡ്രസ്സ് പോലും അറിയില്ല. ഞാനാണ് പ്രതിഭയുടെ വീട് അഡ്രസ്സ് പോലും പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രതിഭയുടെ കൂടെ യാത്ര ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന മറ്റ് 2 പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്തിട്ട് അന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഓഫീസിൽ ക്യാബിൽ വന്നില്ല എന്ന് ചോദിച്ചു. അതിനെ 2 പെൺകുട്ടികളും അല്പം പോലും ചിന്തിക്കാതെ അന്ന് വന്ന ക്യാബ് ഡ്രൈവർ പുതിയ ആളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കയറിയില്ല എന്ന് പറഞ്ഞു. പോലീസുകാർക്കിപ്പോ ആരെയും സംശയം വന്നില്ല, ശിവകുമാറിന് മാത്രം സംശയം വന്നു. ഇപ്പോൾ പോലീസ് നേരെ പ്രതിഭയുടെ ഓഫീസിൽ ചെന്നിട്ട് അവിടെയുള്ള CCTV ക്യാമറ എല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി. പ്രതിഭ കാണാതായ അന്നത്തെ ദിവസം രാത്രി ജഗദീഷിന്റെ ക്യാബ് ആ ഓഫീസിനുള്ളിൽ വന്നിട്ടേ ഇല്ല. എന്നാൽ ജഗദീഷ് പറഞ്ഞത് അന്ന് എനിക്ക് പകരം ശിവകുമാറാണ് ആ ക്യാബ് ഓടിച്ചത് എന്ന്, പ്രതിഭയെ കമ്പനിയിൽ ഡ്രോപ്പ് ചെയ്തു എന്നും പറഞ്ഞു. ഇപ്പൊ പോലീസിന് ശിവകുമാറിനോടുള്ള സംശയം വീണ്ടും അധികമായി. അല്പം പോലും സമയം കളയാതെ പോലീസുകാർ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്തതിൽ അന്ന് രാത്രി ഞാൻ ക്യാബിൽ പ്രതിഭയെ ഓഫീസിൽ കൊണ്ടുവന്നാക്കി, അതിനുശേഷം അവർ എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്കും ഈ ഒരു സംഭവത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നാൽ പോലീസുകാർ ശിവകുമാറിനെ നോക്കി, നീ പിടിക്കപ്പെട്ടു, ഇതിനുശേഷം നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ ഓഫീസിലെ CCTV എല്ലാം പരിശോധിച്ചു, നിന്റെ കാർ അന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞു. ഇപ്പോൾ ശിവകുമാറിന് മനസ്സിലായി ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഒന്നും മറച്ചു വയ്ക്കാനാകില്ല എന്ന്. അന്ന് രാത്രി നടന്ന എല്ലാ സംഭവങ്ങളും അവൻ ഓരോന്നായി പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ജഗദീഷിനോട് പ്രതിഭയുടെ വീട് അഡ്രസ്സ് ചോദിച്ചു. അവളുടെ വീട്ടിലേക്ക് പോയി. പ്രതിഭയെ കാറിൽ പിക്കപ്പ് ചെയ്തിട്ട് ഓഫീസിനെ നോക്കിപ്പോയി. പക്ഷെ പ്രതിഭയെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സ് അല്പം ഒന്ന് മാറാൻ തുടങ്ങി. അതുകൊണ്ട് പ്രതിഭയെ ഞാൻ ബാംഗ്ലൂരിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാനാണ് അവളെ കൊന്നതെന്നും പറഞ്ഞു. ഇത് കേട്ട പോലീസുകാർക്കെല്ലാം വലിയ ഞെട്ടലായി. എന്തിനു വേണ്ടി നീ പ്രതിഭയെ കൊന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാരണം ഒട്ടും വിശ്വസിക്കാൻ സാധിക്കാത്തതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ അമ്മയുടെ വീട്ടിൽ അവളെ ഞാൻ കൊണ്ടാക്കി. ഭാര്യയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുകയാണ്. അന്ന് രാത്രി പ്രതിഭയെ ഞാൻ ക്യാബിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവളോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി.
അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ ബാംഗ്ലൂരിന് പുറത്തേക്ക് കൊണ്ടുപോയി അവളോട് വളരെ മോശമായി ഞാൻ പെരുമാറി. ഇതൊരു പക്ഷേ അവൾ പുറത്താരോടെങ്കിലും പറയുകയാണെങ്കിൽ തന്നെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകും. ഒരു പക്ഷേ പോലീസ് തന്നെ പിടിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് അവിടെ വെച്ച് തന്നെ അവളെ കഴുത്തറുത്ത് കൊന്നതെന്നും പറഞ്ഞു. ഇത് വളരെ മോശമായ ഒരു കാരണം തന്നെയാണ്. ഭാര്യ പ്രഗ്നന്റ് ആണ്. സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ച് അവർ സ്വന്തം വീട്ടിലേക്ക് പോയി. അല്പ ദിവസത്തിൽ കുഞ്ഞും ജനിക്കും. എന്നാൽ ഇതൊക്കെ ഒരു കാരണമാക്കി പറഞ്ഞ് ഒരു കൊലപാതകം ചെയ്തു. യാതൊരു തെറ്റും ചെയ്യാതെ വളരെ സന്തോഷകരമായി ജീവിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ ആരെന്ന് പോലും അറിയാത്ത ചിലർ വന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ ജീവിതത്തെ തന്നെ, ആ മുഴുവൻ കുടുംബത്തെ തന്നെ ഒറ്റ ദിവസത്തിൽ തകർക്കും. ഇപ്പോൾ പോലീസും ആ കമ്പനിയിലെ CCTV ഫുട്ടേജ്, ശിവകുമാർ നൽകിയ മൊഴി ഇതെല്ലാം വെച്ചുകൊണ്ട് അവനെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഈ ഒരു കേസിന് അപ്പോൾ തന്നെ വിധി വന്നില്ല. 5 വർഷം കഴിഞ്ഞാണ് വിധി വന്നത്. അതിന് കാരണമെന്തെന്ന് നോക്കിയാൽ ശിവകുമാറിന്റെ ഭാര്യയാണ്. അവരുടെ ഭാര്യയ്ക്ക് കാര്യം അറിഞ്ഞ ഉടനെ എൻ്റെ ഭർത്താവ് യാതൊരു തെറ്റും ചെയ്യില്ല, പോലീസുകാർ കുറ്റവാളിയെ രക്ഷപ്പെടുത്താനായി എൻ്റെ ഭർത്താവിനെ ഇതിൽ അകപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു കേസ് വീണ്ടും നല്ല രീതിയിൽ അന്വേഷിക്കാനായി ശിവകുമാറിന്റെ ഭാര്യ കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു. അതേസമയം ഞാനാണ് പ്രതിഭയെ കൊന്നതെന്ന് സമ്മതിച്ച് ശിവകുമാറും പുറത്ത് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല, പോലീസുകാർ എന്നെ അടിച്ച് സമ്മതിപ്പിച്ചതാണെന്ന് മൊഴി മാറ്റി പറഞ്ഞു. ഭാര്യയും ഭർത്താവും ചേർന്ന് ഇതിന് ശേഷം പറയാൻ തുടങ്ങിയത് ഈ ഒരു കൊലപാതകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല, പ്രതിഭയെ മറ്റാരോ കൊന്നതാണ്, ഒരു പക്ഷേ പ്രതിഭയുടെ ഭർത്താവ് തന്നെയായിരിക്കും കൊന്നത് എന്ന് പുതിയ ഒരു കാര്യം പറയാൻ തുടങ്ങി. പോലീസുകാർ എന്തുകൊണ്ട് പ്രതിഭയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തില്ല? അയാളെ വിശദമായി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു അവർ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ പോലീസ് വീണ്ടും പ്രതിഭയുടെ ഭർത്താവായ ഭവനോട് വളരെ വിശദമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ അയാളിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ അന്ന് ആ സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്ന് മനസ്സിലായി. മാത്രമല്ല, പ്രതിഭയില്ലാതെ ഭവൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾ അതിനുശേഷം എത്രത്തോളം മാനസിക ദുഃഖം അനുഭവിച്ചു എന്നുള്ളതെല്ലാം പോലീസിനറിയാം. ഇങ്ങനെ 5 വർഷം കഴിഞ്ഞ് 2010 ഒക്ടോബർ മാസം കോടതിയിൽ അവസാന വിധി വരുന്നു. പ്രതിഭയോട് ശിവകുമാറാണ് മോശമായി പെരുമാറി കൊന്നത്, അയാൾ തന്നെയാണ് കുറ്റവാളിയെന്ന് കൺഫേം ചെയ്തു. കാരണം അന്ന് രാത്രി ശിവകുമാറാണ് പ്രതിഭയോട് മോശമായി പെരുമാറി എന്നുള്ളതിൻ്റെ എവിഡൻസ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അന്ന് രാത്രി ഞാൻ അവരെ ക്യാബിൽ കൊണ്ടുവന്ന് ഓഫീസിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. എന്നാൽ CCTV ഫുട്ടേജ് കിട്ടിയതോടുകൂടി ഞാനാണ് ഈ കൊലപാതകം ചെയ്തത് എന്നവൻ സമ്മതിച്ചു. എന്നാൽ പിന്നീട് വന്ന് വീണ്ടും ഞാൻ ഈ കൊലപാതകം ചെയ്തില്ല എന്ന് മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് വിധി ഇതിന് ശേഷവും മാറ്റിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശിവകുമാറിന് ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. പക്ഷേ ഈ ഒരു വിധി വന്നതിന് ശേഷം പോലും ശിവകുമാറിന്റെ ഭാര്യ വിട്ടില്ല. എൻ്റെ ഭർത്താവ് വളരെ നല്ലവനാണ്, അവൻ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് അപ്പീൽ കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ഒരു അപ്പീലെല്ലാം കോടതി ക്യാൻസൽ ചെയ്തു. പ്രതിഭയുടെ ഈ ഒരു കേസിന് ശേഷമാണ് എല്ലാ ക്യാബിലും GPS ഉണ്ടാകണമെന്നുള്ള ഒരു നിയമം വന്നത്. ഇതനുസരിച്ച് എല്ലാ കമ്പനി ക്യാബിലും GPS സിസ്റ്റം ഉണ്ട്. ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അന്ന് ക്യാബ് ഡ്രൈവർ പുതിയതായതുകൊണ്ട് മറ്റ് 2 പെൺകുട്ടികൾ ആ ക്യാബിൽ കയറിയില്ല. അവർ ഏതോ ഒരു രീതിയിൽ സുരക്ഷിതരായിരിക്കണം എന്ന് ശ്രദ്ധിച്ചു. പക്ഷേ ഇവർ മാത്രം അകപ്പെട്ടു. ഈ ഒരു കേസ് എല്ലാവർക്കും ഒരു അവയർനെസ് നൽകും. പുതുതായി ഒരു ക്യാബ് ഡ്രൈവർ വരികയാണ്, പുതുതായി ആരെങ്കിലും പിക്കപ്പ് ചെയ്യാൻ വരികയാണെങ്കിലോ അവരാരാണ്, എങ്ങനെയുള്ള ആളാണെന്നൊക്കെ കൺഫേം ചെയ്യണം. പക്ഷേ ഇക്കാര്യത്തിൽ പ്രതിഭയും തെറ്റു പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ പ്രതിഭ പഴയ ക്യാബ് ഡ്രൈവറിനെ വിളിച്ച് കൺഫേം ചെയ്താലും എനിക്ക് സുഖമില്ല, എനിക്ക് പകരമാണ് അയാൾ വന്നത് എന്നവൻ പറയും. അങ്ങനെ തീർച്ചയായും പ്രതിഭ ക്യാബിൽ കയറുക തന്നെ ചെയ്യും. ഇവിടെ തെറ്റു പറയാൻ സാധിക്കില്ല. അതിനാൽ കമ്പനിയാണ് എങ്ങനെയുള്ള ആളുകളെ ജോലിക്കെടുക്കണമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു തന്നെ തീരുമാനമെടുക്കണം. അതെല്ലാവരുടെ ജീവനെയും ഒരുപോലെ ബാധിക്കും. എന്നാൽ അങ്ങനെയുള്ളപ്പോൾ പോലും 1-2 ആളുകൾ അവസാനം ഭ്രാന്തമായി ചിന്തിക്കും. ഇങ്ങനെയുള്ള മനുഷ്യർ എപ്പോൾ നന്നാകുമെന്നേ അറിയില്ല. അവരുടെ ജീവിതവും നശിക്കും, മറ്റുള്ളവരുടെ ജീവിതവും നശിക്കും. ഈ ഒരു കേസിലൂടെ പുതിയൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.